ഓക്കെ ബാ. നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്. എന്ത്? നിനക്ക് എന്നെക്കാൾ നല്ല പെണ്ണിനെ കിട്ടുമെന്ന്. ആ, അതിലെനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. പ്രേമലു 100 കോടിയിലേക്ക് കുതിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. 2019 ജൂലൈ 26 ആ ചിത്രം തിയേറ്ററിലെത്തുന്നത്. അന്ന് വരെ മലയാള സിനിമ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി സ്കൂൾ പിള്ളേർ തിയേറ്റർ പൂരപ്പറമ്പാക്കുന്ന കാഴ്ചക്കാണ് പിന്നീടുള്ള ദിവസങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ആ ചിത്രത്തിലൂടെ ഒരു പുതുമുഖ സംവിധായകൻ മലയാള സിനിമാ നിരയിലേക്ക് ഉദിച്ചുയർന്നു. ആ ചിത്രത്തിൻ്റെ പേര് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്നാണ്. അതിലെ സംവിധായകൻ്റെ പേര് ഗിരീഷ് ഏടി. ആഴ്ച 1 കഴിഞ്ഞപ്പോഴേക്ക് ടിക്കറ്റ് കിട്ടാതെ പലരും വലഞ്ഞു. ഇതിന് മാത്രം എന്താണ് ഈ പിള്ളേർ സെറ്റ് പടത്തിലുള്ളതെന്നായിരുന്നു പലരുടെയും ചോദ്യം. ഇത് ഞങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞ് സ്കൂളിന് അവധി കൊടുത്ത് പിള്ളേർ തിയേറ്ററിലേക്ക് ഒഴുകി. അതിനിടയ്ക്ക് കുട്ടികളെ കൂട്ടി സിനിമ കാണാൻ പോയ രക്ഷിതാക്കൾ പെട്ടുപോയല്ലോ എന്ന തരത്തിൽ മീമുകൾ വെച്ച് ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. സ്കൂൾ പിള്ളേരുടെ പ്രണയമാണല്ലോ. അങ്ങനെ തണ്ണീർമത്തൻ ദിനങ്ങൾ തിയേറ്റർ ഭരിച്ചു. പിള്ളേരൊക്കെ കൂടി വാരിക്കൂട്ടിയത് 45 കോടിക്ക് മുകളിലാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, നിവിൻ പോളി, ദുൽഖർ എന്നിവരുടെ കോടി ക്ലബിലേക്ക് അങ്ങനെ മാത്യുവും നെസ്ലനും അനശ്വര എന്നിങ്ങനെ കുറച്ച് പിള്ളേർ കൂടി കയറി അങ്ങനെ ഇരുന്നു. കേരളത്തിലെ തൃശ്ശൂരിലെ ചാലക്കുടിയാണ് നമ്മുടെ കഥാനായകനായ ഗിരീഷ് ഏടി ദിനേശിൻ്റെയും ഗീതയുടെയും മകനായി ജനിക്കുന്നത്. ചാലക്കുടി കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് HSSൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം. മാളയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ ടെക്നോളജിയിൽ ബിരുദമൊക്കെ നേടി നമ്മുടെ ചെക്കൻ അങ്ങനെ നിൽപ്പാണ്. സിനിമ തലയിൽ കയറിയിട്ട് കുറച്ചായി. കൂട്ടുകാരോടൊപ്പം കൂടി ഷോർട്ട് ഫിലിമുകൾ ചെയ്യാനൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ്. യശ്പാൽ, വിശുദ്ധ അംബ്രോസ്, മൂക്കുത്തി അങ്ങനെ കുറച്ചെണ്ണം ചെയ്തു. എല്ലാം യൂട്യൂബിൽ ഹിറ്റടിച്ചു. 2017 അടൂർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ വിശുദ്ധ അംബ്രോസിന് മികച്ച സംവിധായകനുള്ള അവാർഡും ലഭിച്ചു. ഇതിനിടെ ചില ഷോർട്ട് ഫിലിമുകളിൽ മുഖം കാണിച്ച് അഭിനയത്തിലും നമ്മുടെ ചെക്കനൊന്ന് പയറ്റി നോക്കി. അങ്ങനെ കൂട്ടുകാരനായ ബിൽഹരിയോടൊപ്പം ചേർന്ന് അവൻ്റെ ചിത്രമായ അള്ള് രാമചന്ദ്രൻ്റെ തിരക്കഥയിൽ ഗിരീഷ് ഏടി പങ്കാളിയായി. സിനിമയിലേക്കുള്ള ആദ്യ എൻട്രി. തൊട്ടടുത്ത വർഷം ഡിനോ പൗലോസിനോടൊപ്പം ചേർന്ന് തിരക്കഥ പൂർത്തിയാക്കി. തണ്ണീർമത്തന് അങ്ങനെ ഗിരീഷ് ഏടി ആക്ഷൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഹിറ്റ് സിനിമ ഉണ്ടാകുന്നത്. തണ്ണീർമത്തൻ അങ്ങനെ ഹിറ്റ് അടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ചെക്കൻ അടുത്ത ചിത്രം പ്രഖ്യാപിച്ചു, സൂപ്പർ ശരണ്യ. അങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അനശ്വര രാജനെ ഗിരീഷ് ഏടി കോളേജിൽ ചേർത്തു. അവളുടെ കലാലയ ജീവിതവും തമാശകളും പ്രണയവുമൊക്കെ പറഞ്ഞ ചിത്രത്തെ പലരും തണ്ണീർമത്തനെ വെച്ച് കമ്പയർ ചെയ്തു. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ കുറച്ച് നെഗറ്റീവ് ചിത്രം നേരിട്ടു. സിനിമ പരാജയപ്പെട്ടു എന്ന് ഗിരീഷിന് ആ സമയങ്ങളിൽ തോന്നി. സിനിമ കഴിഞ്ഞല്ലോ, ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ എന്നായിരുന്നു ഗിരീഷിൻ്റെ ചിന്ത. എന്നാൽ ആദ്യ ദിവസം ദുഃഖിച്ചെങ്കിലും പിന്നീട് പടം കയറിക്കൊളുത്തി. 2ാം ചിത്രവും ജനം ഏറ്റെടുത്തു. ഗിരീഷ് ഹാപ്പി. അടുത്ത ചിത്രം അയാം കാതലൻ. നെസ്ലൻ നായകനാക്കി സിനിമ തുടങ്ങി. അടുത്ത ചിത്രം അയാമ കാതലൻ. ആ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് പ്രേമലു സംഭവിക്കുന്നത്. സൂപ്പർ ശരണയുടെ തെലുങ്ക് റീമേക്ക് എന്ന രീതിയിലാണ് ഗിരീഷ് പ്രേമലു തുടങ്ങിയത്. പിന്നെ അത് ഉപേക്ഷിച്ച് സൂപ്പർ ശരണയിലെ സോനയുടെ സ്പിൻ ഓഫ് ആലോചിച്ചു. സോന ഹൈദരാബാദിൽ വരുന്നതും സംഭവിക്കുന്ന പ്രണയമൊക്കെ ആയിരുന്നു ഗിരീഷ് ആലോചിച്ചത്. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഒടുവിലാണ് നമ്മളിപ്പോൾ തിയേറ്ററിൽ കണ്ട പ്രേമലുവിൻ്റെ കഥയിലേക്ക് എത്തുന്നത്. പിന്നെ ബോക്സ് ഓഫീസ് കത്തുന്നതിനാണ് സാക്ഷ്യം വഹിച്ചത്. ചിത്രത്തിലേക്ക് ആദ്യമേ മമിതയെ കാസ്റ്റ് ചെയ്തു ഗിരീഷ്. പിന്നെ നെസ്ലനെത്തി. മമിതയുടെ കൂട്ടുകാരിയായ വ്യത്യസ്ത ലുക്കിലുള്ള നാടൻ രീതിയിലുള്ള ഒരാൾ വേണമെന്നായിരുന്നു ഗിരീഷിന്. അങ്ങനെയാണ് അഖില ബാർവലിലേക്ക് എത്തുന്നത്. ചിത്രത്തിലെ കൂട്ടുകാരൻ കഥാപാത്രം വളരെ നിർണായകമായിരുന്നല്ലോ. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുമെന്ന് ഗിരീഷിന് നന്നായി അറിയാമായിരുന്നു. ഇതിലേക്ക് 1-2 പേരെ ഓഡിഷൻ ചെയ്തെങ്കിലും ശരിയായില്ല. അങ്ങനെയാണ് സംഗീതത്തിലേക്ക് എത്തുന്നത്. ഓഡിഷനിൽ സംഗീതം ഒക്കെയായി. പിന്നീട് ശ്യാം മോഹനും എത്തി. ഗിരീഷിൻ്റെ സിനിമകളുടെ പ്രത്യേകത എന്താണ്? മുമ്പും പ്രണയ സിനിമകൾ ഉണ്ടായിട്ടില്ലേ? പിന്നെ എന്താണ് ഈ സിനിമകൾ ഇങ്ങനെ സ്വീകരിക്കപ്പെടുന്നത്? മുമ്പും പ്രണയ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ അത് കഥയുടെ ഭാഗമായി മാത്രമായിരിക്കും. റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കില്ല ആ ചിത്രങ്ങളൊന്നും സംസാരിക്കുന്നത്. നായകൻ നായികയെ കാണുന്നു, പ്രണയത്തിലാകുന്നു, അതിൽ പ്രത്യേകിച്ച് ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടാകാറില്ല. അതിനുശേഷമുള്ള കോൺഫ്ലിക്റ്റുകളെ ആയിരിക്കും ആ ചിത്രങ്ങളെല്ലാം കഥ പറയുക. ഗിരീഷ് അതിനെ മാറ്റി എഴുതി. പുതിയ കാലത്തെ റിലേഷൻഷിപ്പുകളെ കുറിച്ച് സംസാരിച്ചു. പ്രണയത്തിലേക്ക് എത്തുന്നതിൻ്റെ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് സമയം കൊടുത്തു. 2 പേരുടെയും ഫീലിങ്സിനെയും നിലപാടുകളെയും അഡ്രസ്സ് ചെയ്തു. അതിന് അംഗീകരിക്കുന്ന പുതിയ കാല മാതാപിതാക്കളെ നിർത്തി പോസിറ്റീവ് നിറച്ചു. ഇൻസ്റ്റഗ്രാം കാലത്തെ കാമുകന്മാരെ അവർക്ക് തന്നെ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു. അത് എളുപ്പത്തിൽ ടീനേജിനെ സിനിമകളിലേക്ക് ആകർഷിച്ചു. അവർ പറഞ്ഞ തമാശകളും കടന്നുപോയ അവസ്ഥകളും തന്നെയാണ് സ്ക്രീനിൽ കണ്ടതെന്ന സന്തോഷത്തിൽ തിയേറ്റർ വിട്ടു. സിനിമയെക്കുറിച്ച് കൂട്ടുകാരോട് അവർ പോയി സംസാരിച്ചു. അങ്ങനെ സിനിമ അതിൻ്റെ തന്നെ ഓഡിയൻസിനെ കണ്ടെത്തി. പറയുന്ന കഥ വിശ്വസനീയമായി അവതരിപ്പിക്കാനും ഗിരീഷ് ശ്രമിക്കുന്നത് കാണാം. ആദ്യാവസാനം പ്രേക്ഷകനെ ചിരിപ്പിച്ച് രസിപ്പിച്ചുകൊണ്ടാണ് ഗിരീഷ് ഏടി തൻ്റെ കഥകളെല്ലാം പറഞ്ഞത്. ഹാസ്യത്തിലൂടെ പ്രേക്ഷകരെ ചിത്രത്തിലെ കഥാപാത്രങ്ങളോട് വൈകാരികമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ചിത്രങ്ങളിൽ കാണാം. അതായത് ചിത്രം കഴിഞ്ഞ് തിയേറ്റർ വിട്ട് പുറത്തു വന്നാലും
കഥാപാത്രങ്ങൾ ഇവർക്ക് പ്രിയപ്പെട്ടവരാകും. മികച്ച രചയിതാവ് കൂടിയായ ഗിരീഷിന് പ്രേക്ഷകർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ വിജയത്തിൻ്റെ ഒരു ഫോർമുല. പ്രമുഖ താരങ്ങളൊന്നുമില്ലാതെ ഈ പുതുനിര താരങ്ങളെ വെച്ചാണ് ഗിരീഷ് ഈ രസകരമായ സിനിമാനുഭവങ്ങൾ സൃഷ്ടിക്കുന്നതും സൂപ്പർ വിജയങ്ങളും നൽകുന്നത്. പ്രേക്ഷകന് പൂർണ്ണമായും വില നൽകുന്ന ഒരു സംവിധായകനാണ് ഗിരീഷ് ഏടി. സിനിമയുടെ ഏറ്റവും പ്രധാന ഉദ്ദേശമായ വിനോദം 100% തൻ്റെ ചിത്രങ്ങളിലൂടെ ഗിരീഷ് നൽകുന്നുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തെ ജനപ്രിയ സംവിധായകനാക്കുന്നത്. കാരണം തനിക്ക് പൂർണ്ണമായും സാധിക്കുമെന്ന ജോണറിൽ മാത്രമേ അയാൾ സിനിമ ചെയ്യാനിറങ്ങുന്നുള്ളൂ. പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സാധാരണയായി നമ്മൾ സിനിമകളിൽ കാണുന്ന നായകന്മാർ സമൂഹത്തിൽ സ്വീകാര്യമുള്ളവരും നല്ലതുമായി കരുതുന്നവരുടെ പൂർണ്ണ രൂപമായാണ് കാണുക. പാട്ട്, നൃത്തം, ഗിറ്റാർ വായിക്കൽ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അവർ മികവ് പുലർത്തുന്നു. ഗിരീഷ് പറയുന്നുണ്ട്, ഇതെല്ലാമുള്ള പൂർണ്ണനായ ഒരാളെ തൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. തൻ്റെ നായകനും നായികയും പ്രേക്ഷകന് ഏറെ പരിചയമുള്ള, അവരുടേതായ പരിമിതികളും അരക്ഷിതാവസ്ഥയുമുള്ള സാധാരണക്കാരനായിരിക്കണമെന്ന് ഗിരീഷിന് നല്ലതുപോലെ ആഗ്രഹമുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ നായകനും നായികയായി വരുന്നത്. ഗിരീഷിന് ഇതുണ്ടായത് സെൽവരാഘവൻ സിനിമകളുടെ സ്വാധീനമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സെൽവരാഘവൻ്റെ എല്ലാ നായകന്മാരും അസാധാരണമായ കഴിവുകളൊന്നുമില്ലാത്ത സാധാരണക്കാരാണ്. കാതലൻ ഷൂട്ട് 1 വർഷം മുമ്പ് കഴിഞ്ഞതാണ്. എഡിറ്റും കഴിഞ്ഞു. കുറച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളതെന്ന് ഗിരീഷ് പറയുന്നുണ്ട്. വൈകാതെ ചിത്രം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും ഗിരീഷ് കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ശരി, മറ്റൊരു സംവിധായകൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.